അതെ, അവളുടെ കെട്ടിയോ മരിച്ചിട്ടില്ലെന്ന് അവള് പറയുന്നേ. ഉടലോടെ തിരിച്ചു വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുക പാവം. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച മനുഷ്യൻ എന്താ പറയേണ്ടത് എന്താ പറയേണ്ടാത്തതെന്നൊക്കെ വല്ല നിശ്ചയമുണ്ടോ? ലക്ഷണം കണ്ടിട്ട് തമ്പിയുടെ ബന്ധുക്കൾ അവളെ അവിടെ നിന്ന് താമസിയാതെ അടിച്ചിറക്കാനുള്ള മട്ടമുണ്ട്. ഇങ്ങോട്ട് പോരാൻ ഞാൻ അവളോട് പറഞ്ഞു. ഇവിടെ ഒരു തൂപ്പുകാരുടെ ഒഴിവുണ്ടല്ലോ. നിന്റെ പെൺമക്കളെ എവിടെയെങ്കിലും തൂപ്പ് ജോലിക്ക് വിടാൻ നീ ആലോചിക്കും സുധേ. തറവാടിന്റെ അസ്ഥിവാരം ഇളകിയില്ലേ? പുറമോടിയും പത്രാസും കാണിച്ച് നീ എത്ര കാലം നിൽക്കും? എന്റെയും എന്റെ പിള്ളേരുടെയും കാര്യം ഓർത്ത് അമ്മ വേവലാതിപ്പെടണ്ട. തൽക്കാലം ആലോചിക്കാനും വേവലാതിപ്പെടാനും കൊച്ചുമോളുടെ കാര്യമുണ്ടല്ലോ. ഇപ്പോഴത്തേക്ക് അത് മതി. എടീ, നരേന്ദ്രൻ മരിച്ചിട്ടില്ലെന്ന് അമ്മു പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം മരിച്ചിട്ടില്ലെന്ന് തന്നെയാ. മനസ്സ് കൊടുത്ത് സ്നേഹിക്കുന്നവർക്ക് ഒരു പോറൽ പറ്റിയാലും എത്ര ദൂരത്തിരുന്നാലും അവളത് തിരിച്ചറിയും. ഈശ്വരൻ എന്റെ കുട്ടിക്ക് കൊടുത്ത വരവാത്. എങ്കിലൊരു കാര്യം ചെയ്യും, അവൾ അവിടെ കാത്തിരിക്കുന്നത് പോലെ അമ്മ ഇവിടെയും കാത്തിരുന്നോ. ഒരു പൂച്ചെണ്ട് കരുതി വെച്ചോ, തമ്പി ഉയർത്തെഴുന്നേറ്റ് വരുമ്പോ കൊടുക്കാം. ഇനിയും ഇതുപോലത്തെ വിശേഷങ്ങൾ വരുമ്പോ ഞാൻ വന്ന് അറിയിക്കാട്ടോ. വെറുതെ ഇങ്ങനെ കിടക്കുമ്പോ ആലോചിച്ച് കണ്ണീരൊഴുക്കാനും നെടുവീർപ്പിടാനും ഒക്കെ എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? മരിച്ചു എന്നേതായാലും ഉറപ്പായില്ലേ? അമ്മുവിന്റെ ഭ്രാന്ത് പറച്ചിലൊഴികെ ഇനി ആ കാര്യത്തിൽ ആരും സംശയം പറയത്തില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ആലോചിക്കാൻ എന്തിരിക്കുന്നു? അമ്മൂനെയും ആ പൊട്ടിപ്പെണ്ണിനെയും കയ്യോടെ പിടിച്ചുവിടുന്നെങ്കിൽ ഇറക്കി വിടണം. എന്നിട്ട് കമ്പനിയും എസ്റ്റേറ്റും ഒക്കെ നമ്മൾ നേരിട്ട് നടത്തണം. ഇത്ര എടുത്തുചാട്ടം കൊള്ളില്ല ദേവ. നരേന്ദ്രൻ മരിച്ച ഉടനെ അവന്റെ ഭാര്യയും മകളെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ആരമ്മേ ഈ മറ്റുള്ളവർ? നമുക്കധികം ബന്ധുക്കളൊന്നുമില്ല. പിന്നെ നാട്ടുകാരല്ലേ, അവര് പറയുന്നത് എന്തിനാ നമ്മൾ ഭാവിക്കുന്നേ? അങ്കിൾ ഉണ്ടായിരുന്നപ്പോ അയൽക്കാരെ നാട്ടുകാരെയൊക്കെ പടിക്ക് പുറത്ത് നിർത്തിയിരുന്നത് ഒരു തരത്തിൽ നമുക്ക് അനുഗ്രഹമായി. ഈ വീട്ടിൽ എന്ത് നടന്നാലും ആരും അന്വേഷിക്കില്ലല്ലോ. ഇങ്ങോട്ട് കയറി വന്ന് അന്വേഷിച്ചില്ലെങ്കിലും ആൾക്കാർ തമ്മി പറയില്ലേ? നിങ്ങളുടെ അച്ഛന്റെ വീട്ടുകാരുണ്ട്, വിജിതയുടെ വീട്ടുകാരുണ്ട്, നമ്മുടെ കമ്പനിയിലെ എസ്റ്റേറ്റിലും ജോലിക്കാരുണ്ട്, പിന്നെ സുധർമ്മയും ചന്ദ്രമോഹനും അവരുടെ ചാർച്ചക്കാരും. ഇവരുടെയൊക്കെ കണ്ണിൽ നമ്മൾ മോശക്കാരാവില്ലേ? ഇവർക്കൊക്കെ നമ്മുടെ കുടുംബകാര്യത്തിൽ തലയിടേണ്ട ആവശ്യം എന്താ? ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണോ ദേവ മനുഷ്യർ ചെയ്യുന്നത്? അങ്കിളിന്റെ മുരട്ടു സ്വഭാവം കാരണം നമ്മളോട് ശത്രുതയുള്ള ഒരുപാട് പേര് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അവരൊക്കെ ഒരു കാരണം കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുക. നാട്ടുകാർ നോക്കിയാൽ നമ്മൾ എന്ത് ചെയ്യാനാ? അവിടെ ഇവിടെ ഇരുന്ന് നമ്മളെ കുറ്റം പറഞ്ഞെന്ന് വരും. നമ്മൾ അതിന് പുല്ലുവില കൽപ്പിച്ചാൽ മതി. എടാ, ഇന്നത്തെ കാലത്ത് വേറെ പലതും ചെയ്യാൻ നാട്ടുകാർക്ക് പറ്റും. ആരെങ്കിലും ഒരു പരാതി എഴുതി വനിതാ കമ്മീഷനോ മനുഷ്യാവകാശ കമ്മീഷനോ ഒക്കെ അയച്ചാൽ മതി. നാളെ ഇവിടെ പോലീസ് വരും. പിന്നെ നമ്മൾ എത്ര പേരോട് സമാധാനം പറയണമെന്ന് അറിയാവോ? നിങ്ങൾ ആദ്യം പോയി നല്ലൊരു വക്കീലിനെ കാണ്. നരേന്ദ്രന്റെ സ്വത്തെന്ന് പറയുമ്പോ ഈ വീടും കമ്പനിയും പുനലൂരിലെ തോട്ടവും മാത്രമല്ല. അത് ശരിയാ. തമിഴ്നാട്ടിലും മുംബൈയിലും കെട്ടിടങ്ങളും ഫാം ഹൗസും ഒക്കെയുണ്ട്. ബാങ്കിലും ഓഹരി വിപണിയിലും നിക്ഷേപം കാണും. അതിന്റെയൊക്കെ രേഖകൾ തപ്പിയെടുത്ത് ആദ്യം നല്ലൊരു വക്കീലിനെ കണ്ട് സംസാരിക്കണം. നിയമപ്രകാരം ഭാര്യയ്ക്കും മകൾക്കും അവകാശപ്പെട്ടതാണ് അങ്കിളുടെ സ്വത്ത് മുഴുവനെന്ന് വക്കീല് പറയൂ. എല്ലാം വീതിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈയും കെട്ടി നോക്കിയിരുന്നാ മതി. ഈ സ്വത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇത്ര... അല്ലമ്മേ, നമ്മൾ ഇത്രയും കാലം മുഴുവൻ അങ്കിളിന്റെ കൂടെ നിന്ന് കഷ്ടപ്പെട്ടത് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടല്ലേ? അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതിയോ? നമുക്ക് അർഹതപ്പെട്ടത് കിട്ടണ്ടേ? അതിനാ ഞാൻ പറഞ്ഞത് ഒരു വക്കീലിനെ കണ്ട് വിവരങ്ങൾ അന്വേഷിക്കാൻ. ദേവ, വിജിയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു വക്കീലുണ്ട്, ഒരു മാധവേട്ടൻ. ഇത്തിരി കുരുട്ടുബുദ്ധിക്കാരനാണെന്നേ ഉള്ളൂ, ആള് മിടുക്കനാ. അങ്ങനെ ഒരാളെ ജയ നമുക്കിപ്പോ വേണ്ടത്. നീ അയാളെ തന്നെ ഒന്ന് കണ്ടു നോക്ക്. എടി, നീയൊന്ന് സമാധാനിക്ക്. ഞാൻ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി സോൾവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നിന്റെ കാര്യവും ഞാനങ്ങ് സോൾവ് ചെയ്യാം. ഓക്കെ, ബൈഡാ. ഐ വിൽ കോൾ യു ലേറ്റർ. ഓക്കെ.
ആ അങ്കിളെ. ആ ഹരി, നീ വന്ന് വണ്ടിയെ കയറ്. നമുക്ക് എവിടെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിക്കണം. എന്താ അങ്കിളെ ഇവിടെ വെച്ച് പറഞ്ഞാ പോരെ? എടാ, നമ്മൾ സംസാരിക്കുന്നതിനിടെ സുധയോ മറ്റോ വന്നു കയറിയ പ്രശ്നമാവൂ. ഹാ അങ്കിൾ അത് പേടിക്കണ്ട. അമ്മ പനിയടിച്ച് കിടപ്പാ, വൈറൽ ഫ്ലൂ. അങ്കിള് കാര്യം പറ. എടാ, നമ്മൾ തമ്പി കീടുവെച്ച പ്രമാണങ്ങളെ നമുക്ക് തിരിച്ചു കിട്ടണ്ടേ? സത്യം പറഞ്ഞ അതിനുവേണ്ടിയല്ലേ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ആ പണി ചെയ്തത്? എവിടെയാണെങ്കിലും അത് തപ്പിയെടുത്ത് നമ്മുടെ കയ്യിൽ എത്തിക്കാൻ ജയശീലിനോടും ദേവരാജനോടും പറയണം. തമ്പി ചത്ത നിലക്ക് അവന്മാർക്ക് ആ വീട്ടിൽ സർവ്വ സ്വാതന്ത്ര്യമായില്ലേ? അവന്മാരെ കണ്ണോടച്ച് വിശ്വസിക്കാൻ പാടില്ല. സ്വത്തിനു വേണ്ടി സ്വന്തം അമ്മാവിനെ തട്ടിയവന്മാരല്ലേ? പ്രമാണങ്ങൾ കണ്ടില്ലെന്നോ എവിടെയാണെന്ന് അറിയില്ലെന്നോ അതുമല്ലെങ്കിൽ ബാങ്ക് ലോക്കറിലാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞവന്മാർ വഴുതി മാറാൻ നോക്കും. പാലപ്പടിക്ക് തറവാടിന്റെയും പുരയിടത്തിന്റെയും ടൗണിലുള്ള കെട്ടിടങ്ങളുടെയും പിന്നെ നിന്റെ മുത്തച്ഛന്റെ പ്രോപ്പർട്ടിയുടെയും എല്ലാം കൂടെ മതിപോലെ നോക്കിയാൽ എത്ര കോടിയുണ്ട് ഹരീഷ്? ജയശീലനും ദേവരാജനും എന്താ പണം കഴിക്കുവോ? എങ്കിൽ അവന്മാരെ പിന്നെ നമ്മൾ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കും അങ്കിളെ. വേണ്ടി വന്നാൽ നമ്മൾ യതിയെ ഒന്നുകൂടി വിളിക്കും. പണം കിട്ടുമെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന ആരെ വേണമെങ്കിലും കൊല്ലാൻ യതി ഒരു മടിയും വിചാരിക്കില്ല. നീ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താ അങ്കിളെ? കണ്ണൂരിൽ ചെന്ന് യതിയെ കണ്ടുപിടിക്കണം. നേരിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ അവൻ എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. ഇപ്പൊ 2 ആഴ്ചയായില്ലേ? യതി തിരിച്ചെത്തിയോ എന്നുള്ള കാര്യമെങ്കിലും നമുക്ക് ഉറപ്പാക്കണം. അങ്ങനെ സ്ഥിരമായിട്ട് ഒരിടത്ത് തങ്ങുന്നവനൊന്നും അല്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. ഈ പറയുന്ന യതിക്കൊരു വീടും വീട്ടുകാരും ഒക്കെ കാണുമല്ലോ, അവരോട് അന്വേഷിക്കണം. അവൻ തിരിച്ചെത്തിയെന്ന് ഉറപ്പ് വന്നാലേ നമുക്കൊരു സമാധാനമാകൂ. അതെന്താ അങ്കിളെ? എടാ, ഇതുവരെ ആയിട്ട് യതി തിരിച്ചു വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം വേറെയാ. ചത്തത് നരേന്ദ്രൻ തമ്പിയല്ല, യതിയാ. അതെങ്ങനെയാ അങ്കിളെ? എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു മൂന്നാമനോട് വന്നിട്ടുണ്ടാകാം. ചിലപ്പോ തമ്പിയുടെ ഏതെങ്കിലും ശക്തനായ ഒരു സഹായി. അങ്ങനെയെങ്കിൽ കബനയിൽ നിന്ന് കിട്ടിയ ശവം യതിയുടേതാകാം. അല്ലങ്കിളെ, തമ്പിയുടെ ഡ്രൈവിംഗ് ലൈസൻസ്, ID കാർഡ്, ഡ്രസ്സ്, ആഭരണങ്ങള്. എടാ, അതൊക്കെ തമ്പിയുടെ ദേഹത്തൊന്നെടുത്ത് യതിയെ അണിയിച്ചതാണെങ്കിലോ? നീ എത്രയും വേഗം കണ്ണൂരിന് പോകാൻ ഒരുങ്ങിക്കൂ. യതി തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സാധ്യത അങ്ങ് ഉറപ്പിച്ചു. സാധാരണക്കാരനോടല്ല, നരേന്ദ്രൻ തമ്പിയോടാ നമ്മൾ കളിച്ചത്. അതുകൊണ്ട് നമ്മുടെ കണക്ക് കൂട്ടലുകളെല്ലാം ചിലപ്പോൾ പിഴച്ചെന്ന് വരും.
വിഷമിക്കണ്ടാട്ടോ. മോളുടെ അച്ഛന് ഒന്നും സംഭവിച്ചിട്ടില്ല, കാണാതായിന്നേ ഉള്ളൂ. ഇവിടെ നടന്നതും നടക്കുന്നതും ഒക്കെ നമുക്കറിയാത്ത എന്തൊക്കെയോ നാടകങ്ങളാ. അതൊന്നും വിശ്വസിക്കണ്ട. അതിന്റെ എല്ലാം പുറകിൽ ആരുടെയൊക്കെയോ ഗൂഢാലോചനകളുണ്ട്. മോളുടെ അച്ഛൻ മരിച്ചു എന്ന് വരുത്തി തീർക്കേണ്ടത് അവരുടെ ആവശ്യം. അതിനുവേണ്ടി എവിടുന്നോ ഒരു ശരീരം പെട്ടിക്കുള്ളിലാക്കി കൊണ്ടുവന്ന് എന്തൊക്കെയോ കർമ്മങ്ങൾ നടത്തി. അതുകൊണ്ട് ജീവനോടിരിക്കുന്ന ഒരാള് ഇല്ലാണ്ടാവോ? അദ്ദേഹം തിരിച്ചു വരും. കരയരുത്. ഞാനില്ലേ നിനക്ക്? എന്റെ കാല് വയ്യാന്നേ ഉള്ളൂ, അത് ശരിയാവും. നമ്മൾ ഒട്ടും പതറിപ്പോവരുത്. എന്താ സംഭവിച്ചെന്ന് നമുക്ക് അന്വേഷിക്കണം. നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളെ സഹായിക്കാനും ആളുണ്ടാവും. നമ്മളിങ്ങനെ തളർന്നിരിക്കാൻ പാടില്ല. ഇനിയും പുറകെ പുറകെ ഓരോരോ പ്രശ്നങ്ങൾ വരും. മോളുടെ അച്ഛൻ തിരിച്ചെത്തുന്നത് വരെ നമുക്കതുവരെ പിടിച്ചു നിൽക്കണ്ടേ? ധൈര്യമായിട്ടിരിക്കണം. എടാ, നിന്നെ ഞാൻ എത്ര തവണ വിളിച്ചടാ, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഫോണിൽ കൂടെ പറയാവുന്ന സംഗതി അല്ലങ്ങളെ, ആകെപ്പാടെ കുഴഞ്ഞ കേസാ. നീ കണ്ണൂരോട്ട് പോയിട്ട് യതിയുടെ വല്ല വിവരം കിട്ടിയോ? ഒന്നും പറയണ്ടങ്ങളെ. അലഞ്ഞൊടുക്ക യതിയുടെ വീട് കണ്ടുപിടിച്ചു. വീടെന്ന് പറയാനൊന്നുമില്ല, കടപ്പുറത്ത് ചേരിയിലെ പോലത്തെ ഒരു കൂര. അത് പക്ഷെ അവന് വീടെന്ന് പറയാനും പറ്റില്ല. അതെന്താ? യതിയുടെ തന്തയും തള്ളെ പണ്ടേ ചത്തുപോയതാ. ഒരു ചേച്ചിയുണ്ട്, അവളുടെ കൂടെയാ യതി താമസം. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചു. എന്നിട്ട് അവനെ കണ്ടോ? ഇല്ലങ്ങളെ, ഞാൻ മാത്രമല്ല, 2 ആഴ്ചയായിട്ട് ആ പ്രദേശത്ത് ആരും കണ്ടിട്ടില്ല. അത് ശരി, അവരാരും അവനെപ്പറ്റി അന്വേഷിക്കുന്നില്ലേ? രാഷ്ട്രീയ ഗുണ്ടയായതുകൊണ്ട് അവൻ ഏതെങ്കിലും കൊട്ടേഷൻ ഏറ്റെടുത്ത് നടത്തിയിട്ട് ഇങ്ങനെ മുങ്ങാറുള്ളത് പതിവാ. എന്നാലും വല്ലപ്പോഴും ഒളിച്ചും പതുങ്ങിയും വീട്ടിൽ വരുന്ന പതിവുണ്ടായിരുന്നു. അവന്റെ വീട്ടുകാരെന്ത് പറയുന്നു? അവന്റെ ചേച്ചിക്ക് 3-4 പിള്ളേരുണ്ട്, എല്ലാം പിഴയാ. ഇത്തിരി കൈമടക്കൊക്കെ കൊടുത്ത് ഞാൻ അവരുടെ നയത്തിൽ ചോദിച്ചു നോക്കി. 2 ആഴ്ചയായിട്ട് മാമനെ കണ്ടിട്ടേ ഇല്ലെന്നാ അവര് പറയുന്നത്. യതിയെ കാണാനില്ലാത്തതുകൊണ്ട് നാട്ടിൽ തന്നെ ഒരു അന്വേഷണം ചൂട് പിടിച്ച് വരുന്നുണ്ട്. കറങ്ങിത്തിരിഞ്ഞത് നമ്മുടെ നേർക്ക് വരുവാന്നാ എന്റെ പേടി. നിന്നെപ്പറ്റി യതിക്കോ അവന്റെ വീട്ടുകാർക്കോ എന്തെങ്കിലും വിവരങ്ങൾ അറിയാവോ? എന്റെ ഐഡന്റിറ്റി ഒന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. പേരും ജോലി സ്ഥലമൊക്കെ ഞാൻ തെറ്റിച്ചാ പറഞ്ഞിരിക്കുന്നത്. യതിയെ കാണാതായിട്ട് 2 ആഴ്ചയായി. അതിനർത്ഥം അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബന്ദിപ്പൂരി വെച്ച് തന്നെ. എനിക്കും ഇപ്പൊ സംശയം തോന്നുന്നുണ്ടെങ്കിൽ കബനയിൽ നിന്നും കിട്ടിയ ഡെഡ് ബോഡി തമ്പിയുടേതാണോ അതോ യതിയുടേതാണോ എന്ന്. ചത്തത് യതിയാണെങ്കിൽ നരേന്ദ്രൻ തമ്പി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നോ? അതൊരു ഭീകരാവസ്ഥയാണല്ലോടാ.
ആരുടെയെങ്കിലും സഹായത്തോടായിരിക്കണം തമ്പി രക്ഷപ്പെട്ടതും ഇപ്പോൾ ഒളിയിൽ കഴിയുന്നതും. അതായത് തമ്പി മരിച്ചുപോയി എന്ന് വരുത്തി തീർക്കാൻ അത്യാവശ്യമുള്ള ഏതെങ്കിലും ഗ്യാങ്ങിനോടൊപ്പം. പക്ഷേ അത് കൽപ്പനയായിരിക്കാൻ വഴിയില്ലെങ്കിലേ. ശീതൾ രക്ഷപ്പെട്ടു പോയതിനു ശേഷം തമ്പിയെ കസ്റ്റഡിയിൽ വെച്ചതുകൊണ്ട് കൽപ്പനയ്ക്ക് നേട്ടമൊന്നുമില്ല. അതായത് മൂന്നാമതൊരു ഗ്യാങ്, അതും പ്രബലമായൊരു സംഘം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെന്നാണോ കരുതേണ്ടത്? എനിക്ക് അങ്ങനെ ഒരു സംശയം. ഒടുക്കം എല്ലാം നമ്മുടെ പിടിവിട്ടു പോവോ ഹരീഷ്? അങ്കിളെ, ഒരു കാര്യം, ഒരു കാരണവശാലും ഇതൊന്നും ജയശീലനോ ദേവരാജനോ അറിയരുത്. കരാറനുസരിച്ച് നമ്മൾ നരേന്ദ്രൻ നമ്പിയെ തട്ടി. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടണം. അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ്. ആ, ഞാൻ പോവാ അങ്കിളെ. അലഞ്ഞലഞ്ഞൊരു പരുവായി. അതിൻ്റെ കൂടി ടെൻഷൻ വേറെ. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പിന്നെ എന്തോ വിചാരിച്ചു? കോടതിയിൽ കൊണ്ടുപോയി പിഴയടച്ച കേസിൽ നിന്ന് ഊരിപ്പോരാന്നോ? തന്റെ വണ്ടി ഇടിച്ച ആള് തട്ടിപ്പോയില്ലേ? ആ, അതാണ് സംഗതി. ആ, അത് തന്നെ. നാളെ വരുമ്പോ ഒരു 50,000 രൂപയും കൂടെ കരുതിക്കോ. ആ, ശരി, വയ്ക്കട്ടെ. ആ, ആഹാ, ഇതാര് ജയശീലനോ? വാ വാ, ഇരിക്കേ. കേസൊന്നും ഇല്ലെങ്കിലും വല്ലപ്പോഴും ഇതിലേ ഒന്ന് വരുന്നതിൽ തെറ്റൊന്നുമില്ല ജയശീല. ഒന്നുമല്ലെങ്കിലും നമ്മൾ ബന്ധുക്കളല്ലേ. വക്കീൽ സാറിവിടെ കള്ളന്മാരെയും കൊലപാതകളെയൊക്കെ രക്ഷപ്പെടുത്തുന്ന തിരക്കിലല്ലേ. ഞാൻ വെറുതെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു. ജീവിച്ചു പോട്ടടോ. പക്ഷേ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് മാധവേട്ടൻ്റെ ഒരു കക്ഷി എന്നുള്ള നിലയ്ക്കാ. എനിക്കൊരു ലീഗൽ അഡ്വൈസ് വേണം. എന്താ ജയ സംഗതി? താൻ വല്ലവരെയും തട്ടിയോ? ഏയ്, ഒന്ന് പോ മാധവേട്ട. ഇന്നും ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ എനിക്ക് മനസ്സ് വരത്തില്ല. പക്ഷേ തന്റെ തണ്ടും തടിയും ലക്ഷണമൊക്കെ കണ്ട എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന് തോന്നും. താൻ അങ്ങനെയാണെന്നല്ല പറഞ്ഞത്. എനിക്കറിയാലോ തന്നെ. തന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. ഞങ്ങളുടെ അമ്മാവും മരിച്ച വിവരം അറിഞ്ഞു കാണുമല്ലോ. പിന്നെ വലിയ ന്യൂസ് അല്ലായിരുന്നോ? കൊലയാളികളെ പിടികിട്ടിയോ? ഓ, എവിടുന്ന്? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത് തേഞ്ഞു വാഞ്ഞു പോകുന്ന ലക്ഷണമാ. ഞാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തമ്പി എങ്കിലും സ്വത്തുക്കൾ ഒരുപാടുണ്ട്. അത് ആർക്കൊക്കെ കിട്ടും, എങ്ങനെ ഭാഗിക്കും എന്നൊന്നും അറിഞ്ഞൂടാ. നരേന്ദ്രൻ തമ്പി വിൽപത്രം എഴുതി വെച്ചിട്ടുണ്ടോ? വിൽപത്രം എന്റെ അറിവിലില്ല. കക്ഷി ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. ആരോടും ഒന്നും തുറന്നു പറയത്തില്ല. വിൽപത്രം ഉണ്ടെങ്കിൽ അതനുസരിച്ചേ സ്വത്ത് ഭാഗിക്കാൻ പറ്റൂ. എവിടെയൊക്കെ സ്വത്തുണ്ട്, അതിന്റെ സ്വഭാവം എന്താണ് എന്നൊക്കെ അറിയണം. തമ്പി വിൽപത്രം എഴുതിയിട്ടില്ല എന്നിരിക്കട്ടെ. എങ്കിൽ ആകെയുള്ള സ്വത്തിന്റെ 2/3 ഭാഗം മക്കൾക്ക് ലഭിക്കും. 1 ഭാഗം തമ്പിയുടെ ഭാര്യയ്ക്കും ലഭിക്കും. ഈ ഭാര്യ എന്ന് പറഞ്ഞ അങ്കിള് കല്യാണം കഴിച്ചിട്ട് 2 വർഷം പോലും ആയിട്ടില്ല. ഒരു പെണ്ണിനെ ഭീഷണിപ്പെടുത്തി കൂടെ താമസിപ്പിച്ചതാണെന്ന് വേണം പറയാൻ. അവളുടെ സമ്മതത്തോടെ നടന്ന കല്യാണമൊന്നും അല്ല അത്. നിയമാനുസൃതമായി കല്യാണം നടന്നിട്ടില്ലേ? ഏതെങ്കിലും അമ്പലത്തിൽ വെച്ചോ, പള്ളിയിൽ വെച്ചോ, അല്ലെങ്കിൽ ഏതെങ്കിലും സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ചോ? ആ, രജിസ്റ്റർ ചെയ്തു എന്നൊക്കെ പറയുന്നു. സത്യമാണെന്നൊക്കെ ആർക്കറിയാം. അങ്കിള് മരിക്കുന്നത് വരെ വെറുപ്പ് കാണിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ഇപ്പൊ കണ്ണീരും കരച്ചിലും ഒക്കെ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. സ്വത്ത് കിട്ടിയാൽ ആർക്കെങ്കിലും കൈക്കോടോ? ആട്ടെ, തമ്പിയുടെ സ്വത്തുക്കളുടെയൊക്കെ പ്രമാണം എവിടെയാണ്? ആ, അതും കൊണ്ടാ അങ്കിള് കൽപ്പനയെ കാണാൻ പോയത്. ഓഹോ, പക്ഷേ തമ്പി കൊല്ലപ്പെട്ട സ്ഥിതിക്ക് അത് കൈവശപ്പെടുത്തിയവർക്ക് ഒന്നും നേടാനില്ല. എന്നു മാത്രമല്ല, വലിയ റിസ്ക്കുമാണ്. ഒറിജിനൽ പ്രമാണം കൈവശം വച്ചിരിക്കുന്നവരാരാണോ അവരാണ് തമ്പിയെ കൊന്നതെന്ന് വരും.
അങ്ങനെ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തമ്പിയെ കൊന്നവർ തയ്യാറാകുമോ? ആ അത് ശരിയാ. അപ്പൊ ആ പ്രമാണങ്ങൾ വെച്ച് അങ്കിളിന്റെ സ്വത്ത് വേറെ ആർക്കും അടിച്ചു മാറ്റാൻ പറ്റത്തില്ല അല്ലേ? ഒരിക്കലുമില്ല. എന്ന് മാത്രമല്ല, നരേന്ദ്രൻ തമ്പി ബന്ദിപ്പൂര് പോയപ്പോ ഒറിജിനൽ പ്രമാണങ്ങൾ കൊണ്ടുപോയിരിക്കാൻ സാധ്യത കുറവാണ്. അയാൾ ആളൊരു ബുദ്ധിമാനായിരുന്നല്ലോ. പ്രമാണങ്ങൾ എവിടെയുണ്ടെന്ന് നിങ്ങൾ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് ഞാൻ ഏറ്റു. വീട്ടിലോ ഓഫീസിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തപ്പിയെടുക്കാം.